കോലെ കൽബിന്റെ തിന്നോളെ. ഹലോ ഫ്രണ്ട്സ്, കാശിൻ്റെ ബർത്ത്ഡേ ആണ്. ഇവിടെ കലാശക്കുട്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് ഇറങ്ങിയതാണ്. അതിൽ കൂടെ കലാശക്കുട്ടിൻ്റെ ഇടയിൽ കൂടെയാണ് കയറിക്കൊണ്ട് വാങ്ങിയത്. ഒരു പെർഫ്യൂമാണ് വാങ്ങിയത്. ഞങ്ങൾക്ക് സന്തോഷത്തോടെ രാവിലെ അവിടെ ചോദിച്ചു ഇന്നല്ല എന്റെ ബർത്ത്ഡേ. ഇന്നല്ലടാ, എന്റെ ബർത്ത്ഡേ അടുത്ത മാസടാ. അല്ല, അടുത്ത മാസം 1-ാം തീയതി. ഇയാള് പൊട്ടന്മാരെന്നല്ലോ. അൻഷിത എന്റെ ഫ്രണ്ടാണ് 10ാം തീയതി. അൻഷിതാന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. എന്റെ ബർത്ത്ഡേ ഒന്നല്ല. എന്നിട്ട് അപ്പൊ ടെലിഗ്രാം അൻഷിത ഫ്രണ്ട് ഉണ്ടോ? ഫ്രണ്ടല്ല, കുട്ടിയാണ്. സൽമാൻ ബെസ്റ്റീനാണ്. അവന്റെ ബെസ്റ്റീനാകുമ്പോ സത്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പ്ലാൻ ചെയ്ത് 2 ആൾക്കാരാണ്. ഒന്ന് എന്റെ ബ്രദറ് രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ട് അതല്ല ഫുള്ള് പ്ലാൻ ചെയ്ത 2 ആളാണ്. രാവിലെ വിളിച്ചിട്ട് സുബൈക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ ബർത്ത്ഡേ ഉണ്ട്, പരിപാടി സെറ്റപ്പ് ആക്കണം. ഫുള്ള് ഞങ്ങള് മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ രാവിലെ ഞങ്ങളെ വിളിച്ചത് ഇയാണ് ഇങ്ങനെ പ്ലാനിങ് ചെയ്യാന്ന്. ഒന്നുമില്ല, ഞാൻ ഇതുവരെ ഇങ്ങനെ ആഘോഷിച്ചിട്ടില്ല. ഗ്രാൻഡ് ആക്കാൻ വിചാരിച്ചു. ഇതെന്താ സംഭവം? അത് നിങ്ങള് വണ്ടുമ്പോ കൊടുത്തപ്പോ പറ്റിയതായിരിക്കുമോ? ഒന്നുണ്ടാക്കി കിട്ടിയില്ല. ഒന്നൊരു വായിച്ചായിരിക്കും. ഓ, ഇത് സീൻസ് ആണ് കേട്ടോ. ഇത് മഴക്കോട്ടെ. ഇത് ഓനിട്ടതാ, അനക്കിട്ടതല്ല. അത് പോയടാ. നോക്കട്ടെ അത് സീനായി കൊടുത്തടാ. ആയിക്കോട്ടെ. ഓക്കെ, ഇത് കേൾക്കുമ്പോണ്ടായി ചങ്ങായി അനക്ക് തന്നെ എന്താ ചെയ്യാ. കത്തിക്ക് മുറിഞ്ഞു പൊട്ടിച്ചല്ലേ എങ്ങനെയത് എല്ലാരും ഫോട്ടോ എടുത്താ എന്റെ കുട്ടീന്റെ ഒരു അവസ്ഥയാണെന്നാണ് ഉമ്മ പറയുന്നത്. നിങ്ങളെ കുട്ടിക്ക് അങ്ങനത്തെ നല്ല ചങ്ങന്മാരല്ലേ? ഇതെന്ത് സംഭവം? ചെറുക്കായി വെളുത്തിട്ട് വേറെ ക്രീം വെച്ചല്ലേ? ഇതെന്താ റിക്വസ്റ്റ് ഞമ്മക്ക് എന്തിട്ടായിരുന്നു കോലുമ മുട്ടായി. അല്ല, ഇച്ചി കേക്ക് എടുത്താൽ ആരുമില്ല. കുറച്ചാണ് എന്റെ പരിപാടിയല്ലേ? കേക്കൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞു.
നീ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ തുറച്ചു അല്ല മുട്ട എടുത്തോളാം മുട്ട പെരികൊണ്ടാന്ന് പറഞ്ഞില്ലല്ലോ ഒരു കഷ്ണം തന്നട്ടെ ഞാൻ അതൊന്നും എടുക്കുന്നു പേദൽപ്പാരോട് അടിപൊളി കേട്ടോ കട്ടൻ ചായ പൂളപ്പൊരി ഞാൻ